പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം പിന്നെയും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ഈ പ്രോഗ്രാം വോയിസ് ഓഫ് ഗാഡ് നിങ്ങൾ വാച്ച് ചെയ്യുകയും അത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുന്നുവെന്ന് ഞങ്ങൾ വിശ്വാസത്താൽ അറിയുന്നു. പിന്നെയും ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും അല്പസമയം നമ്മൾക്ക് ചിന്തിക്കുകയും അല്പസമയം ദൈവനാമത്തിനും ദൈവവചനത്തിനും നമ്മൾക്ക് മാറ്റിവെക്കുകയും ചെയ്യാം. ഈ സമയം വിശുദ്ധ ബൈബിളിൻ്റെ 2 കൊരിന്ത്യ ലേഖനത്തിൻ്റെ 3 അധ്യായം അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചതിന് ശേഷം കൊരിന്ത്യ സഭയോടും കൊരിന്ത്യ പ്രദേശത്തിലേക്കും കടന്നുപോയി ദൈവത്തിൻ്റെ ശക്തമായ വചനവും സന്ദേശവും അറിയിക്കുകയും ഈ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ പ്രേരിതരായി കൊരിന്ത്യ സഭയ്ക്കും കൊരിന്ത്യക്കാർക്കും എഴുതിയതായ 1 ബുക്കിൽ 3 അധ്യായത്തിൽ 16 അധ്യായം ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം എന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ. നിങ്ങളും അങ്ങനെ തന്നെ. ആരും തന്നെത്താൻ വഞ്ചിക്കരുത്. താൻ ഈ ലോകത്തിൽ ജ്ഞാനി എന്ന് നിങ്ങളിൽ ആരെങ്കിലും തോന്നിയാൽ അവൻ ജ്ഞാനിയാകേണ്ടതിന് ഭോഷനായി തീരട്ടെ. ഈ ലോകത്തിൻ്റെ ജ്ഞാനം ദൈവസന്നിധിയിൽ ഭോഷത്വമല്ലോ. അവൻ ജ്ഞാനികളെ ദൈവത്തിൻ്റെ കൗശലത്തിൽ പിടിക്കുന്നുവെന്നും കർത്താവ് ജ്ഞാനികളുടെ വിചാരം വ്യർത്ഥം എന്നും അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കൂടെ കാണുവാനായിരിക്കുന്ന കാര്യം, നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ് എന്നും നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ ആലയമാണ് എന്നും അതിൽ അപ്പോസ്തലനായ പൗലോസ് വ്യക്തമായിരിക്കുന്നു. ആ മന്ദിരത്തിൽ നടക്കേണ്ട ചില കാര്യങ്ങൾ, അവിടെ നടക്കേണ്ടതായ കാര്യങ്ങളെ പറ്റിയും ബൈബിളിൽ വ്യക്തമായിട്ട് ബൈബിളിൻ്റെ മറ്റു ഭാഗങ്ങളിൽ വിശദീകരിച്ചിരിക്കുകയും എഴുതപ്പെട്ടിരിക്കുകയും ചെയ്യുന്നു. പലപ്പോഴും ദൈവവചനം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന കാര്യങ്ങളൊക്കെയും ദൈവവചനത്തിനും നിങ്ങൾ പഠിച്ച കാര്യങ്ങൾക്കും വിപരീതമാണ് എന്ന് ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനുമായിട്ട് സാധിക്കുന്നു. എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പലരും ദൈവത്തെ അന്വേഷിച്ച് പല ദേവാലയങ്ങളിലും വിശുദ്ധ സ്ഥലങ്ങളിലും ദൈവത്തെ അന്വേഷിച്ചു പോകുന്ന ഒരു കാലം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴും അത് നടക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ബൈബിൾ പറയുന്നു, നമ്മുടെ ഹൃദയം ആണ് ദൈവത്തിൻ്റെ ആലയമായി തീരേണ്ടത് എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആ ഹൃദയമാകുന്ന ദൈവത്തിൻ്റെ ആലയത്തിലാണ് യഥാർത്ഥമായിട്ടുള്ള ആരാധനയും പ്രാർത്ഥനയും സ്തോത്രങ്ങളും സ്തുതികളും ദൈവസന്നിധിയിലേക്ക് ചെല്ലേണ്ടത്. അവിടെയാണ് ദൈവം വസിക്കേണ്ടത് എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ നിങ്ങൾ ഓരോരുത്തരും പല രീതിയിലാണ് അതിനെ വ്യാഖ്യാനിക്കുകയും കേൾക്കുകയും അറിയുകയും ചിന്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ ഹൃദയത്തിലാണ് യേശുവിന് ഇടം കൊടുക്കേണ്ടത്, യേശുവിനെ മഹത്വപ്പെടുത്തേണ്ടത്, യേശുവിനെ സ്തുതിക്കേണ്ടത്. ആ ഹൃദയത്തിലാണ് വീണ്ടും ജനനം എന്നുള്ള ക്രിയ വ്യക്തിയിൽ നടക്കേണ്ടത്. ഈ വീണ്ടും ജനനം എന്ന അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുമ്പോഴാണ് നിങ്ങളൊരു ദൈവത്തിൻ്റെ പൈതൽ ആയിത്തീരുന്നത്, ഒരു പൈതലായി മാറുന്നത്, ദൈവത്തിൻ്റെ സ്വർഗരാജ്യത്തിന് അവകാശം ലഭിച്ചുവെന്നുള്ള ഉറപ്പും ബോധ്യവും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നത്. എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിലും ഈ അനുഭവം എനിക്ക് ലഭിച്ചത്? അത് വിശ്വാസത്താലാണ്. അത് കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോഴാണ്, അത് കർത്താവിൻ്റെ വചനം നമ്മൾ ഉൾക്കൊള്ളുമ്പോഴാണ്,
നമ്മളിൽ അത് സംഭവിക്കുന്നത്. നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇസ്രായേൽ മക്കളുടെ ചരിത്രം പഠിക്കുമ്പോൾ ഇസ്രായേൽ മക്കളെ അടിമകളാക്കി അനേക വർഷങ്ങൾ ഫറവോയും ഈജിപ്തിലും വെച്ചുകൊണ്ടിരുന്നപ്പോൾ മോസസിനെ ദൈവം വിളിക്കുകയും ആ മക്കളെ അതിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് ദൈവം വാഗ്ദാനം ചെയ്ത വാഗ്ദത്ത ദേശത്തിലേക്ക് കൊണ്ടുപോകുകയും അങ്ങനെ സീനായി മലയിൽ വച്ച് മോസസിന് ദൈവമായ കർത്താവ് കൊടുത്തതായ കൽപ്പനയാണ് 10 കൽപ്പനകളെന്ന് നമ്മളും നിങ്ങളും പഠിക്കുകയും കേൾക്കുകയും ചെയ്തിരിക്കുന്നത്. അതിലെ ആദ്യത്തെ കൽപ്പനയാണ് എങ്ങനെ എഴുതിയിരിക്കുന്നു? പുറപ്പാടിന്റെ പുസ്തകം 20-ാം അധ്യായത്തിന്റെ 1 മുതൽ ചില വാക്യങ്ങൾ ഞാനിപ്പോൾ ഇവിടെ വിശുദ്ധ വേദ പുസ്തകത്തിൽ നിന്ന് വായിക്കാം. ദൈവവചനത്തെയും ഇങ്ങനെ അരുളി ചെയ്യുന്നു: അടിമ വീടായ മിസ്രയീം ദേശത്തു നിന്നും നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവം ആകുന്നു. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകരുത്. ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിൻ്റെയും പ്രതിമയും അരുത്. അവയെ നമസ്കരിക്കരുത്, സേവിക്കുകയോ ചെയ്യരുത്. നിന്റെ ദൈവമായ യഹോവ ഞാൻ തീഷ്ണതയുള്ള ദൈവം ആകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. ഈ ദൈവം തന്നെ പറയുകയാണ്, നിന്റെ ഹൃദയത്തിലോ നിന്റെ മനസ്സിലോ യാതൊരു രൂപത്തിൻ്റെയോ ബിംബത്തിൻ്റെയോ ഒന്നും തന്നെ നീ മെനഞ്ഞു വയ്ക്കരുത്. നിന്റെ ഹൃദയത്തിൽ അരൂപിയായ ദൈവമാണ് വന്ന് വസിക്കേണ്ടത്. എന്നാൽ ഇന്ന് നമ്മുടെ ചുറ്റുപാടും കാണുന്ന സമൂഹത്തിൽ നമ്മൾ വിശ്വസിക്കുന്നതായ ആചാരക്രമങ്ങളിൽ, ആരാധന രീതികളിൽ എപ്പോഴും നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു പല രീതിയിലുള്ള ബിംബങ്ങളും രൂപങ്ങളും സ്വരൂപങ്ങളും നിർമ്മിച്ചുകൊണ്ട് മനുഷ്യന്റെ മനസ്സിനെ, അവന്റെ ഹൃദയത്തെ യഥാർത്ഥമായ സർവശക്തനായ ദൈവത്തിൽ നിന്നും മാറ്റിക്കൊണ്ട് ഈ ലോകത്തിന്റെ ഛായയിൽ സൃഷ്ടിച്ചതായ മനുഷ്യന്റെ വിശുദ്ധന്മാരുടെ പക്കൽ അല്ലെങ്കിൽ വിശുദ്ധന്മാരുടെ പക്കൽ വന്ന് വണങ്ങുവാനും നമസ്കരിക്കുവാനുമാണ് നമ്മളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ അനേക മണിക്കൂറുകൾ, സമയങ്ങൾ, ദിവസങ്ങൾ, ആണ്ടുകളൊക്കെയും നമ്മൾ ചിലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ദൈവവചനം പറയുന്നത് അത് തെറ്റാണ്. അങ്ങനെ ചെയ്യുന്ന 3-4 തലമുറകളുടെ മേല് കർത്താവായ ദൈവം സന്ദർശിക്കും. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവമായ കർത്താവ് അയച്ചതായ പുത്രനിലൂടെ ലഭിക്കുന്നതായ നിത്യരക്ഷ ലഭിച്ച ദൈവ പൈതല് ചെയ്യേണ്ടത്, ദൈവമക്കൾ ചെയ്യേണ്ടത്, അവന് തൻ്റെ ഹൃദയത്തിൽ ഇടം കൊടുത്തുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ അവനെ ആരാധിക്കുകയും അവനെ മഹത്വപ്പെടുത്തുകയും അവനെ സ്തുതിക്കുകയും സ്തുതികളിൽ വസിക്കുന്നവനായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് നമ്മൾക്ക് ഓരോരുത്തർക്കും ഇടയായി തീരണം. അവിടെയാണ് വിജയം. അങ്ങനെ അനുസരിക്കുന്ന ദൈവത്തിൻ്റെ ഒന്നാമത്തെ കൽപ്പനയെ മാറ്റി മറച്ചുകൊണ്ട് അതിൽ നിന്നും മനുഷ്യ മനസ്സുകളെയും മനുഷ്യ ഹൃദയങ്ങളെയും മാറ്റി മറയ്ക്കുവാനാണ് നിങ്ങളെയും എന്നെയും ഈ ലോകത്തിന്റെ ദൈവമായ ശത്രുവായ പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നും നമ്മൾ ഒരു വിടുതൽ, ഒരു മോചനം പ്രാപിച്ച് 1000 വർഷങ്ങളോളം ദൈവത്തെ സ്തുതിച്ച് മരണമില്ലാത്ത ആ ജീവിതത്തിലേക്ക് യേശു ക്രിസ്തു നമ്മളെ ക്ഷണിക്കുകയാണ്. പ്രൈസ് ലോർഡ്. എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പലരും ഇപ്പോൾ പുതിയൊരു പ്രസംഗമാണ് അല്ലെങ്കിൽ പുതിയ വചനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ ഇത് പുതിയതല്ല. കർത്താവിൻ്റെ ജനനത്തിന് മുമ്പേ, അനേക വർഷങ്ങൾക്ക് മുമ്പേ അരുളി ചെയ്ത ദൈവത്തിൻ്റെ വചനങ്ങളാണ് അല്പസമയത്തിന് മുമ്പ് വായിച്ചത്. അതുകൊണ്ട് അവനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. അത് നിങ്ങളുടെ ഹൃദയത്തിലാണ് നടക്കേണ്ടത്. നിങ്ങളുടെ ഹൃദയമാണ് ദൈവത്തിൻ്റെ ആലയമെന്ന് അപ്പസ്തോലനായ പൗലോസ് കൊറിന്ത്യ ലേഖനത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 16 വാക്യങ്ങളിൽ അല്പസമയം മുമ്പ് ഞാൻ വായിച്ചു. അപ്പോഴാ നിങ്ങളുടെ ഹൃദയത്തിലാണ് ആരാധനയും സ്തുതികളും സ്തോത്രങ്ങളും
ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഉയരേണ്ടത്. ഈ ദൈവമാണ് നമ്മളെ പഠിപ്പിച്ചത്. 2-3 പേർ എന്റെ നാമത്തിൽ ഒന്നിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യത്തിലേക്ക് അരൂപിയായി ആത്മാവായ ദൈവം കടന്നു വരുന്നു. ഈ ദൈവത്തെയാണ് നമ്മൾ സത്യത്തിലും ആത്മാവിലും ആരാധിക്കേണ്ടത്. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, പെന്തക്കോസ്ത് സഭയിലെ ആരാധനയിലേക്ക് കടന്നു പോകരുത്, അവർ നിങ്ങളെ മതം മാറ്റുമെന്ന്. എന്നാൽ യേശു നിങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ മതമല്ല നിങ്ങളിൽ മാറുന്നത്, നിങ്ങളുടെ മനസ്സിന്, നിങ്ങളുടെ ഹൃദയത്തിന് രൂപാന്തരം വരുത്തുന്നു. ഈ രൂപാന്തരം വരുത്തുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തില മനസ്സിലുള്ള ഈ ലോകത്തിന്റെ ചിന്തകളൊക്കെയും കെട്ടടിഞ്ഞുകൊണ്ട് യേശുവിന്റെ മഹത്വം നിങ്ങളിലൂടെ ഉയർത്തപ്പെടുവാൻ, നിങ്ങളിൽ ഉയർത്തപ്പെടുവാൻ, നിങ്ങളുടെ ജീവിതത്തിൽ അത് രൂപാന്തരത്തിനും മനസ്സാന്തരത്തിനും വിടുതലിനും നന്മയ്ക്കും അനുഗ്രഹങ്ങൾക്കും ശാപമോചനത്തിനും കാരണമായി തീരുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമ്മൾ ഇപ്പോൾ വായിച്ചു. അവന്റെ അനുഗ്രഹം, അവനെ അനുസരിക്കുന്ന അവന്റെ മക്കളുടെ മേലുള്ള അനുഗ്രഹം 1000 തലമുറകൾ വരെയും നിലനിൽക്കുന്നു എന്ന് നമുക്ക് വായിക്കുവാനായിട്ട് സാധിച്ചു. എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അനേക വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പുകവലിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഈ പുകവലിയിൽ നിന്നും എങ്ങനെ എനിക്കൊരു വിടുതലും മോചനവും ലഭിക്കുവാന്ന് ഞാൻ പല രീതിയിൽ പല സമയങ്ങളിലൊക്കെയും ട്രൈ ചെയ്തു. എന്നാൽ ദൈവത്തിന്റെ വചനം എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ മനസ്സിൽ ഇടപെട്ടപ്പോൾ ഈ ദൈവവചനത്തിന് ശക്തിയുണ്ട്. ആകാശം മാറും, ഭൂതലം മാറും, എന്നാൽ എൻ്റെ വചനങ്ങളോ മാറുകയില്ല. ആ മാറാത്ത വചനം നിന്നെ വിടുവിക്കുവാൻ, എന്നെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ, നിങ്ങൾക്ക് അനുഗ്രഹം നൽകുവാനായി ഇന്നും എന്നും ജീവിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ആ ദൈവത്തിന്റെ വചനത്തിലേക്ക് നമ്മൾ കടന്നു വന്നുകൊണ്ട് ആ യേശു ക്രിസ്തുവിന് നമ്മൾ ഇടം കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. കൂടാതെ കൊണ്ട് സങ്കീർത്തന പുസ്തകത്തിന്റെ 115 അധ്യായത്തിന്റെ ചില വാക്യങ്ങൾ ഇവിടെ വായിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ദൈവം സ്വർഗത്തിൽ ഉണ്ട്, തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും അവൻ ചെയ്യുന്നു. എന്നാൽ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയും ആകുന്നു, മനുഷ്യരുടെ കരവേലയാണ്. അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, അവയ്ക്ക് ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, മൂക്കുണ്ടെങ്കിലും അവർക്ക് മണക്കുവാനോ ശ്വസിക്കുവാനോ സാധിക്കുന്നില്ല, അവയ്ക്ക് കൈയുണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല, കാലുണ്ടെങ്കിലും അവർ നടക്കുന്നില്ല, തൊണ്ട കൊണ്ട് സംസാരിക്കുന്നില്ല. അവയെ ഉണ്ടാക്കുന്നവൻ അവനെ പോലെ ആകുന്നു, അവയിൽ ആശ്രയിക്കുന്നവൻ അവനെ പോലെ തന്നെ. എന്നാൽ ഇസ്രായേൽ ജനമേ, ദൈവത്തിന്റെ മക്കളെ, എന്നെ ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന ജനമേ, നിങ്ങളെ യേശുവിലേക്ക് കടന്നു വരുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. യഹോവയിൽ ആശ്രയിക്കുക, സൃഷ്ടാവായ ദൈവത്തിൽ ആശ്രയിക്കുക. അവൻ നമ്മുടെ സഹായവും പരിചയവും ആകുന്നു. യേശുവിൽ ആശ്രയിക്കുന്ന മക്കള്, യഹോവയിൽ ആശ്രയിക്കുന്ന മക്കൾ അനുഗ്രഹീതരാകും. അവൻ നമ്മുടെ സഹായമായി, നമ്മുടെ പരിചയമായി നമ്മോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കുകയും ചെയ്യും. യഹോവ ഭക്തന്മാരെ, യഹോവയിൽ ആശ്രയിപ്പിൻ, അവൻ നമ്മുടെ സഹായവും പരിചയമാകുന്നു. യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. അവൻ സിയോൻ ഗൃഹത്തെ അനുഗ്രഹിക്കും, അവൻ അഹ്റോൻ ഗൃഹത്തെ അനുഗ്രഹിക്കും. യഹോവ നിങ്ങളെ മേൽക്കുമേൽ വർദ്ധിപ്പിച്ച് നിങ്ങളും നിങ്ങളുടെ മക്കളെയും ആകാശത്തിന്റെയും ഭൂമിയിലെയും ഉണ്ടാക്കിയ യഹോവ നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. സ്വർഗം യഹോവയുടെ സിംഹാസനമാകുന്നു, ഭൂമി അവർ മനുഷ്യർക്ക് തന്നിരിക്കുന്നു. പ്രൈസ് ലോർഡ്. മരിച്ചവരാരും മൗനത്തിൽ ഉറങ്ങിയവർ ആരും യഹോവയെ സ്തുതിക്കുന്നില്ല. നാമോ ഇന്നു മുതൽ എന്നേക്കും യഹോവയെ സ്തുതിക്കും. പ്രിയ സ്നേഹിതരെ, ഈ പ്രോഗ്രാം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. മരിച്ചവരാരും മൗനത്തിലിരിക്കുന്ന ആരും യഹോവയെ സ്തുതിക്കുന്നില്ല. നാമോ യഹോവയെ സ്തുതിക്കും, എന്നേക്കും സ്തുതിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ ഈ ഹൃദയമാകുന്ന ആലയത്തില് യേശുവിന്, സൃഷ്ടാവായ ദൈവത്തിന് ഇടം കൊടുക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങൾ അനുഗ്രഹീതരാണ്, നിങ്ങൾ വിശുദ്ധരാണ്, നിങ്ങൾ ദൈവരാജ്യത്തിന് അവകാശികളായിത്തീരുന്നു, നിങ്ങളൊരു പുതിയ സൃഷ്ടിയായിത്തീരുന്നു. നിങ്ങളുടെ ഹൃദയത്തിലോ ആ ദൈവത്തെ മഹത്വപ്പെടുത്തുവാന്, ആരാധിക്കുവാന്, സ്തുതികൾ ചെല്ലുവാന് നിങ്ങൾക്കിടയായിത്തീരുന്നു.
അങ്ങനെ നിങ്ങളും നാമും എന്നും മരണമില്ലാത്ത ആ യേശുവിനോടുകൂടെ ജീവിക്കുന്ന ആ യേശുവിനോടുകൂടി, നിത്യനായ യേശുവിനോടുകൂടെ എന്നും വാഴുവാനായിട്ട് ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പലരും പല രീതിയിലുള്ള പ്രയാസങ്ങളിലൂടെ കടന്നു പോകുകയും നിങ്ങളൊക്കെ പല രീതിയിലുള്ള ആചാരങ്ങളിലൂടെ ആചരിക്കുകയൊക്കെയും ചെയ്യുന്നവരുടെ മധ്യത്തിൽ ഈ യേശുവിന് നിങ്ങൾക്കൊരു സ്ഥാനം കൊടുക്കുവാനോ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒന്ന് ക്ഷണിക്കുവാനായിട്ട് ദൈവമായ കർത്താവ് ഈ പ്രോഗ്രാമിലൂടെ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കണ്ണുകളെ വണക്കാം. നിങ്ങൾ എന്നോട് കൂടി ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഇത്രയും സമയം ഞങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും കേട്ടുകൊണ്ടിരുന്നു. ദൈവവചനം സത്യമാണോ എന്നും അവിടുത്തെ വചനങ്ങളാണ് ജീവനും ചൈതന്യവും നിത്യവും ജീവിക്കുന്നത് എന്നും മനസ്സിലാക്കി. അവിടുന്ന് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളങ്ങളിലേക്ക് വന്ന് എൻ്റെ ഹൃദയത്തിൽ വസിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ തെറ്റുകളും കുറ്റങ്ങളും കുറവശങ്ങളൊക്കെയും ക്ഷമിച്ചുകൊണ്ട് അവിടുത്തെ കാൽവരി രക്തത്താൽ, കാൽവരി ക്രൂശിൽ ചിന്തിയ രക്തത്താൽ ശുദ്ധീകരിച്ചുകൊണ്ട് അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. എന്നെയും അവിടുത്തെ ജീവന്റെ പുസ്തകത്തിൽ ചേർക്കണമേ എന്ന് അവിടുത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ പ്രാർത്ഥന പുതിയതാണ് എങ്കിലും ഞാനൊരു പുതിയതായി ഈ ഭൂമിയിലേക്ക് വിശ്വാസ ജീവിതം തുടങ്ങുവാൻ തക്കവണ്ണം അവിടുന്ന് എന്നെ സഹായിക്കണമേ, അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ തലമുറയെയും എൻ്റെ ഭവനത്തെയും കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ ധന്യവും വിശുദ്ധവുമായ നാമത്തിൽ തന്നെ ആമേൻ. വോയിസ് ഓഫ് ഗാഡ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. തുടർന്നും അതേ വിഷയം അല്പം കൂടി വിശദമായി ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആദിയെങ്കൽ വചനമായി ഈശ്വര പ്രജാപതിയായി എലോഹീം യഹോവ ദൈവം എന്ന പേരായി മരോന്ന ഈശ്വര ശ്രീയേശുനാഥ നമസ്കാരം നമസ്കാരം. സ്വർഗരാജ്യം വിട്ടിറങ്ങി നരനായി ബേഥലേമിൽ പൂർവവാഗ്ദാന പ്രകാരം കന്യകയിൽ ജാതനായ പൗരുഷ ശ്രീയേശുനാഥ നമസ്കാരം നമസ്കാരം. യേശുക്രിസ്തുവിൻ്റെ പര്യായ പദങ്ങളായ പൗരുഷൻ, പ്രജാപതി, ഈശ്വരൻ, എലോഹീം യഹോവ എന്ന വിഷയത്തെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചുരുക്കമായി ചിന്തിച്ചു. തുടർന്നുള്ളതായ പദ്യം ഇപ്രകാരം പോകുന്നു. സർവജ്ഞാനി സർവവ്യാപി സർവശക്തൻ പ്രജാപതി പരിമിതിപ്പെട്ടുപാരിൽ പുരുഷനായി തീർന്നുവല്ലോ. ഈ ദൈവം ആരാണ്? അവൻ സർവജ്ഞാനിയാണ്, സകലവും അവൻ അറിയുന്നു. അവൻ സർവവ്യാപിയാണ്, എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു. അവൻ സർവശക്തനാണ്. ഇങ്ങനെ ഉള്ളവൻ വളരെ പരിമിതിപ്പെട്ടിട്ട് പാരിലെ ഭൂമിയിലെ ഒരു മനുഷ്യനായി, ഒരു ശിശുവായി അവതരിച്ചതിൻ്റെ രഹസ്യം വളരെ വലുതാണ്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. തന്നെത്താൻ താഴ്ത്തി ദൈവത്തിൻ്റെതായ സർവശക്തി, സർവജ്ഞാനി, സർവവ്യാപി സ്വഭാവങ്ങളും മറ്റ് എറ്റേണിറ്റി തുടങ്ങിയതായ എല്ലാ സ്വഭാവങ്ങളും തന്നിൽ തന്നെ ഒതുക്കി ചുരുക്കി ഒരു മനുഷ്യ ശിശുവായി ഭൂമിയിൽ അവതരിച്ചതായ കാര്യമാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നമ്മൾ വായിച്ചത്. ഇപ്രകാരം മനുഷ്യനായി യേശുക്രിസ്തു വന്നതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സംസാരിച്ചത്. ഈ കാര്യത്തെ അനുസ്മരിപ്പിക്കുന്ന ചില ഭാഗങ്ങൾ പുരുഷ സൂക്തത്തിലുണ്ട്. പുരുഷ സൂക്തം എന്ന് പറയുന്നത് ഋഗ്വേദത്തിലുള്ളതാണ്. ഋഗ്വേദം എഴുതപ്പെട്ടത് ക്രിസ്തുവിൻ്റെ വരവിന് ഭൂമിയിലെ അവതാരത്തിന് മുമ്പാണ്. അതിൽ ഇപ്രകാരം പുരുഷ സൂക്തത്തിൻ്റെ 10-ാം മണ്ഡലം 90-ാമത്തെ അധ്യായം 1 മുതൽ 16 വരെ സൂക്തങ്ങളാണ് ഈ പുരുഷ സൂക്തം എന്ന് പറയുന്നത്.
ആ പുരുഷ സൂക്തത്തിൻ്റെ ഒന്നാം ഭാഗത്ത് ഒന്നാം കുസുമത്തിൽ ഒന്നാമത്തെ അധ്യായത്തിൽ ഒന്നാമത്തെ ശ്ലോകത്തിൽ ഇപ്രകാരം പറയുന്നു: ഓം സഹസ്രശിക്ഷ പുരുഷ സഹസ്രാക്ഷകവത് സഹസ്രപാദ് സ ഭൂമിം വിശ്വദോവൃത്ത അത്യധിഷ്ഠം ദശാങ്കുലം. അതിൻ്റെ അർത്ഥം പ്രകാരമാണ്: 1000 തലയും 1000 കണ്ണും 1000 പാദവുമായി ബ്രഹ്മാണ്ഡമായി ചുഴന്നു നിൽക്കുന്ന പുരുഷൻ ദശാങ്കുല പരിമിതനായി തീർന്നു. 1000 തല, 1000 കണ്ണ്, 1000 പാദം, ഇങ്ങനെ ബ്രഹ്മാണ്ഡമാകെ ചുഴന്നു നിൽക്കുന്ന, ബ്രഹ്മാണ്ഡമാകെ നിറഞ്ഞു നിൽക്കുന്നതായ ആ പുരുഷൻ ഒരു മനുഷ്യനായി വന്ന് ചുരുങ്ങി പരിമിതിപ്പെട്ടു ഭാരിൽ വന്നു എന്നാണ് ഇവിടെ വായിച്ചത്. ഇവിടെ എന്താണ് ഈ 1000 തല, എന്താണ് 1000 കണ്ണുകൾ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരാർത്ഥത്തിലുള്ള വ്യാഖ്യാനം എടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ തെറ്റുപറ്റും. എന്നാൽ 1000 കണ്ണെന്ന് പറഞ്ഞാൽ അവന് സകലതും കാണാം. 1000 തലയെന്ന് പറഞ്ഞാൽ അവൻ സകലതും ചിന്തിക്കാൻ, അവൻ ബുദ്ധിയിൽ അവൻ സർവശക്തനാണ്, സർവ്വവ്യാപിയാണ്, സർവജ്ഞാനിയാണ്, അവൻ ജ്ഞാനിയാണ്. അങ്ങനെ ദൈവത്തിൻ്റെ സർവജ്ഞാനത്വം, സർവജ്ഞാനി, സർവവ്യാപിത്വം തുടങ്ങിയതായ സ്വഭാവങ്ങളോട് കൂടിയവനായ ദൈവം ഭൂമിയിൽ പരിമിതിപ്പെട്ട് ഒരു മനുഷ്യനായി വന്നു എന്നുള്ളതാണ് നാം ഭാഗത്ത് വായിക്കുന്നത്. ഇപ്രകാരം ദൈവം ഭൂമിയിൽ മനുഷ്യനായി പ്രത്യക്ഷപ്പെട്ടതിൻ്റെ പ്രധാന ഉദ്ദേശത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനെ അവൻ്റെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കുവാൻ തക്കവണ്ണം, അവനെ നിത്യതയിലേക്ക് കൊണ്ടുപോകാൻ തക്കവണ്ണം, അവൻ നിത്യനരകത്തിൽ നിന്ന്, പാപത്തിൻ്റെ ശിക്ഷാവധിയായ നരകത്തിൽ നിന്ന് വിടുവിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ തക്കവണ്ണമാണ് ഇപ്രകാരം ഭൂമിയിലേക്ക് മനുഷ്യനായി ദൈവം അവതരിച്ചത്. ഈ കാര്യത്തെക്കുറിച്ച് ദീർഘമായി നമുക്ക് ചിന്തിക്കുവാനുണ്ട്. എന്നാൽ ഈ പ്രജാപതി എങ്ങനെയാണ് ഇപ്രകാരം, അല്ലെങ്കിൽ ഈ മനുഷ്യൻ എങ്ങനെയാണ്, ഈ പുരുഷൻ എങ്ങനെയാണ്, യേശു എങ്ങനെയാണ് പാപത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിച്ചത് എന്നുള്ളത് വിശുദ്ധ വേദപുസ്തകത്തിൽ ആദ്യോടന്തം തെളിഞ്ഞു നിൽക്കുന്ന ഒരു വിഷയമാണ്. ഇപ്രകാരം പ്രജാപതിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, പ്രജാപതിർ ദേവഭ്യാം ആത്മാനം യജ്ഞം കൃത്വാ പ്രായശ്ചിത്ത്, താണ്ഡ്യ മഹാബ്രാഹ്മണത്തിലെ ഒരു വാക്യമാണ് ഞാൻ ഉദ്ധരിച്ചത്. പ്രജാപതിയായ ദൈവം, പ്രജാപതിർ ദേവിഭ്യാം, ദേവന്മാർക്ക് വേണ്ടി സ്വയം യാഗമായി തീർന്നു, ദേവന്മാർക്ക് സ്വർഗം കിട്ടേണ്ടതിനു വേണ്ടി അവൻ യാഗമായി തീർന്നു എന്നുള്ളതാണ് അതിൻ്റെ വാച്യാർത്ഥം. എന്നാൽ സ്വർഗം കിട്ടുവാനുള്ളതായ ഏറ്റവും ഒരു വഴി, ഒരേ ഒരു വഴി ഈ പ്രജാപതിയുടെ പുരുഷൻ്റെ യാഗം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. പുരുഷ സൂക്തം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പുരുഷനെക്കുറിച്ചുള്ളതായ പാട്ട് എന്നാണ്, പുരുഷനെക്കുറിച്ചുള്ളതായ കീർത്തനം എന്നുള്ളതാണ്. പുരുഷനെക്കുറിച്ചുള്ളതായ കീർത്തനത്തിലെ പുരുഷത്തിൽ ആദ്യത്തെ ചില ഭാഗത്ത് പുരുഷൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ഋഗ്വേദത്തിലുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. മഹത്വത്തെ വർണ്ണിക്കുന്നു. പിന്നീട് അതിൻ്റെ നടുഭാഗത്ത് വരുമ്പോൾ പുരുഷൻ്റെ യാഗത്തെ വർണ്ണിക്കുന്നു. അതിൻ്റെ അവസാന ഭാഗം അവസാനിക്കുന്ന ഇങ്ങനെയാണ്, കൺക്ലൂഷൻ. ഇങ്ങനെയാണ് മഹാന്മാർ, സാധ്യന്മാർ, ഋഷികൾ സ്വർഗത്തിലേക്ക് പോകുന്നത്. സ്വർഗത്തിൽ പോകുവാനായിട്ട് ഈ വഴിയല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്നെഴുതിയിരിക്കുന്നു. അന്യബന്ധാ വിദ്യതേ അയനായ. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിൽ ഇതെല്ലാം നിറവേറി എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. അവൻ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചപ്പോൾ അവൻ്റെ സർവജ്ഞാനി, സർവ്വവ്യാപി, സർവശക്തി സ്വഭാവത്തെ തന്നിൽ ഒതുക്കി ഭൂമിയിലൊരു മനുഷ്യശിവായി വന്നു. ഹല്ലേലൂയ. എങ്കിലും അവൻ സർവജ്ഞാനിയായിരുന്നു, സർവശക്തനായിരുന്നു. ഹല്ലേലൂയ. അവൻ്റെ യേശുക്രിസ്തു തൻ്റെ ശരീരയാഗത്തെക്കുറിച്ച്, കുരിശിലെ യാഗത്തെക്കുറിച്ച് തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭം മുതലേ ശിഷ്യന്മാരെ പഠിപ്പിച്ചു. അങ്ങനെ യേശുക്രിസ്തു പഠിപ്പിച്ചതനുസരിച്ച് അവൻ ക്രൂശിനെ ഏറ്റുവാങ്ങി ക്രൂശിൽ അവൻ മരിച്ചു. ക്രൂശിലെ മരണം ഒരു യാഗമാണ്, പുരുഷ പ്രജാപതിയുടെ യാഗമാണ്. പാപപരിഹാരത്തിൻ്റെ പാപപരിഹാരത്തിന് മാർഗമെന്ന് വേദങ്ങളും ഉപനിഷത്തുകളും എഴുതിയിട്ടുണ്ട്. എന്താണ് പുരുഷ പ്രജാപതി എന്ന് ഞാൻ പറഞ്ഞത്? ദൈവത്തിൻ്റെ യാഗം. ദൈവത്തിൻ്റെ യാഗമാണ് പാപങ്ങളുടെ പരിഹാരത്തിനുള്ളത്. പ്രിയമുള്ളവരെ, ഇന്ന് ഈ വിഷയം ഇതിൽ കൂടുതൽ ഇപ്പോൾ ചിന്തിക്കുവാൻ എനിക്ക് സമയമില്ല. എന്നാൽ തുടർന്ന് ദൈവം അനുവദിച്ചാൽ ഈ വിഷയം
ചിന്തിക്കുന്നതാണ്. ദൈവത്തിൻ്റെ ചുരുക്കി ഞാൻ പറയാം, ബൈബിൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങൾ നമ്മൾ നോക്കിയാൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ വിഷയം യേശുക്രിസ്തുവിൻ്റെ കാൽവരി മരണമാണ്. പഴയ നിയമത്തിൽ പ്രവചന രൂപത്തിലും പുതിയ നിയമത്തിൽ നേരിട്ടും പറഞ്ഞിരിക്കുന്നതായ വിഷയം അതാണ്. യേശുക്രിസ്തുവിൻ്റെ കാൽവരി മരണം ഒരു യാഗമാണ്. അതൊരു യാഗമാണെന്ന് യേശു തന്നെ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു. അതാണ് ദൈവത്തിൻ്റെ യാഗം. വേദങ്ങളിലും അപ്രകാരം പറയുന്നു, ദൈവത്തിൻ്റെ യാഗമാണ് പാപത്തിൻ്റെ പരിഹാരത്തിനുള്ളതായ മാർഗം. ഈ ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്ന് യാഗം ചെയ്തതായിട്ട് മറ്റൊരു സംഭവം നിങ്ങൾ ഭൂമിയിൽ കേട്ടിട്ടുണ്ടോ? യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണമല്ലാതെ. അപ്രകാരം യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണം ഒരു യാഗമായി കാണുവാൻ തക്കവണ്ണം ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിതരേ വരും അതു യേശുവിനോടു നീ പറഞ്ഞ. സ്നേഹിതരേ വരും അതു യേശുവിനോടു നീ പറഞ്ഞ. സ്നേഹിതരിൽ കുരിശിൽ പെട്ട പാടുകളേഴും കരത്താ. സ്നേഹിതരില്ല കുരിശിൽ പെട്ട പാടുകളേഴും കരത്താ. നന്നായി നടത്തും വീട്ടിൽ ചേരും വരെയും, നന്നായി നടത്തും വീട്ടിൽ ചേരും വരെയും. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ. വരുവിനേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ. പരിശോധനകൾ വരികിൽ മനം പാതറാ ആശ്രയിച്ചിടുകിൽ. പരിശോധനകൾ വരികിൽ മനം പാതറാ ആശ്രയിച്ചിടുകിൽ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗ്ഗസ്ഥ ഞങ്ങളുടെ പിതാവേ, അടിയനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, രോഗത്താൽ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനേകരോ ഈ പ്രോഗ്രാം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ സൗഖ്യത്തിന്റെ കരവും അവിടുത്തെ സൗഖ്യത്തിന്റെ വചനങ്ങളും അയച്ചുകൊണ്ട് മക്കളെയൊക്കെയും സൗഖ്യപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ എന്ന് അവിടുത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രയാസങ്ങളാൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അനേക ജീവിതങ്ങൾ ആശ്വാസമില്ലാതെ ഉറക്കമില്ലാതെ കണ്ട് പ്രയാസപ്പെടുത്തുന്ന അനേക ജീവിതങ്ങൾ ഈ സമയം പ്രോഗ്രാം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർക്ക് അവിടുന്ന്
നല്ല ഉറക്കവും ദൈവിക സമാധാനവും കൊടുത്തുകൊണ്ട് അവരെ അനുഗ്രഹിക്കണമേ എന്ന് അവിടുത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക കടഭാരത്താൽ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനേക ജീവിതങ്ങള് ഇപ്പോൾ ഈ പ്രോഗ്രാം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടുന്ന് അത്ഭുതങ്ങൾ അവർക്ക് വേണ്ടി തുറന്നുകൊണ്ട് സാമ്പത്തികമായി അനേക വഴികൾ അവർക്ക് വേണ്ടി തുറന്ന് അവരെ അതിൽ നിന്ന് മോചിപ്പിക്കണമേ എന്ന് അവിടുത്തെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടിയൻ പ്രാർത്ഥിക്കുന്നു, യേശുവേ, ഏറ്റവും അമൂല്യമായ ഏറ്റവും അത്ഭുതകരമായ ആ നിത്യരക്ഷ അവരുടെ ഹൃദയത്തില് നൽകിക്കൊണ്ട് യേശുവിന് ഇടം കൊടുക്കുവാൻ തക്കവണ്ണം സ്വർഗമേ ചിലര് ഈ പ്രോഗ്രാമിലൂടെ ആഗ്രഹിക്കുന്നു. അവരെയും അതിൽ വളർന്നു വരുവാൻ, യേശുവിൽ വളർന്നു വരുവാൻ, യേശുവിന്റെ ഹല്ലേലൂയ വചനങ്ങളിൽ വളർന്നു വരുവാൻ ഈ സമയം അവിടുന്ന് സഹായിച്ചു കൊള്ളണമേ എന്ന് അവിടുത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ ധന്യവും വിശുദ്ധവുമായ നാമത്തിൽ തന്നെ ആമേൻ.